കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊച്ചിയിൽ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ പിടിയിലായി. UP സ്വദേശി അജിത് കുമാറാണ് വിജിലൻസിന്റെ പിടിയിലായത്. പൊതുമേഖലാ സ്ഥാപനത്തിൽ കരാർ തൊഴിലാളികളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ കൈക്കൂലി ഇടപാട് നടത്തിയത്. പ്രദീപ് ജോസഫ് നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. പ്രദീപ്, ഉന്നത ഉദ്യോഗസ്ഥനാണ് പിടിയിലായിരിക്കുന്നത്, അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ. എങ്ങനെയാണ് അദ്ദേഹം വലയിലായത്? കാക്കനാട് ഒരിമുകളിൽ കേന്ദ്ര ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷൻ ഓഫീസിൽ സംസ്ഥാന വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയ്ക്കിടെയാണ് അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ പിടിയിലായത്. UP സ്വദേശിയാണ് പിടിയിലായ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറായ അജിത് കുമാർ. 20,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. BPCL കമ്പനിയിൽ താൽക്കാലിക തൊഴിലാളികളെ ജോലിക്ക് കയറ്റുന്നതിന് വിവിധ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ട്. ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് ഒരാളിൽ നിന്ന് ഏതാണ്ട് 1000 രൂപ വെച്ച് കൈക്കൂലി വാങ്ങുന്നതായി വിവരം ലഭിച്ചിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. 20 പേരിൽ നിന്നായി വാങ്ങിയതാണ് എന്ന് കരുതുന്നു. 20,000 രൂപയും ഇയാളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ്? നടപടിക്രമങ്ങളൊക്കെ വിജിലൻസ് പൂർത്തിയാക്കിയോ? വിജിലൻസിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരുന്നതേയുള്ളൂ. ഇയാളെ അതിനുശേഷം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. നേരത്തെയും ഇയാൾക്കെതിരെ എന്തെങ്കിലും പരാതികൾ ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പരാതികളുടെ അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ഒന്നിലധികം പരാതികൾ നിലവിൽ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു എന്നാണ് സൂചന. ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. BPCL പോലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൽ ആയിരക്കണക്കായ താൽക്കാലിക തൊഴിലാളികളാണ് ഉള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ നിരവധി പേർ ഇത്തരം താൽക്കാലിക ജോലികളിൽ പ്രവേശിക്കാൻ എത്തുന്നുണ്ട്. ഇവരിൽ നിന്നൊക്കെ ഇയാൾ കൈക്കൂലി വാങ്ങിയിരുന്നു എന്നാണ് വിജിലൻസ് സംഘത്തിന് ലഭിച്ച വിവരം. ഇത്തരമൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധന നടത്തുകയും അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറായ അജിത് കുമാർ പിടിയിലാവുകയും ചെയ്തത്. അതായത് പ്രതീക്ഷ ഒരു തലവേദനയായിരുന്നു ഈ ഉദ്യോഗസ്ഥനല്ലേ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് പൊതുമേഖലാ സ്ഥാപനത്തിൽ താൽക്കാലിക ജോലിക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കൈക്കൂലി നൽകേണ്ടിയിരുന്നത്. 1000 രൂപയാണ് ഒരാളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിരുന്നത്. 1000 രൂപ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചെറിയ തുകയാണ് എന്ന് തോന്നിയേക്കാം. എങ്കിൽ തന്നെ ആയിരക്കണക്കായ തൊഴിലാളികളാണ് ഇത്തരത്തിൽ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇവിടെ ജോലി ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വലിയ ഒരു തുകയുടെ കൈമാറ്റം വിവിധ ഘട്ടങ്ങളായി നടന്നിട്ടുണ്ട് എന്ന് വിജിലൻസ് സംഘം സംശയിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇയാളെക്കുറിച്ച് ലഭിച്ച വ്യക്തമായ ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുകയും ഓഫീസിൽ നിന്ന് ഇയാളെ പിടികൂടുകയും ചെയ്തത്. അതായത് പ്രദീപ് പറഞ്ഞതുപോലെ 1000 രൂപ നമ്മൾ തോന്നുമ്പോൾ ഒരു ചെറിയ തുകയായി തോന്നും. അത് ഒരുപാട് പേരാകുമ്പോൾ എത്രത്തോളം ആളുകളെ ഇത്തരത്തിൽ കരാർ അടിസ്ഥാനത്തിൽ കയറ്റിയിട്ടുണ്ട്, അതിനുള്ള കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്, അതിന്റെ തോത് വളരെ വലുതായിരിക്കുമെന്ന് തോന്നുന്നു അല്ലേ പ്രദീപേ? തീർച്ചയായിട്ടും അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു. വിജിലൻസ് ഇയാളെ ചോദ്യം ചെയ്ത് കൃത്യമായി മൊഴിയെടുത്തെങ്കിൽ മാത്രമേ വിശദാംശങ്ങൾ ലഭ്യമാവുകയുള്ളൂ. കാരണം ഇയാൾ ഇവിടെ വന്നതിന് ശേഷം എത്രമാത്രം പരാതികൾ ലഭിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ എത്രമാത്രം സർട്ടിഫിക്കറ്റുകൾ ഇയാൾ ഒപ്പിട്ട് കൈമാറിയിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. അവയുടെ പരിശോധന പൂർത്തിയായി എങ്കിൽ മാത്രമേ എത്രമാത്രം കൈക്കൂലി മുൻപ് ഇയാൾ വാങ്ങിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും പരിശോധനാ സമയത്ത് 20,000 രൂപയാണ് ഇയാളിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. അതായത് 20 പേർ നൽകിയ കൈക്കൂലി തുകയായിരിക്കാം ഇത് എന്ന് കരുതുന്നു. ഈ തുകയുടെ വലിപ്പം എന്ന് പറയുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കായ അല്ലെങ്കിൽ 10,000 ആളുകൾക്ക് മുകളിൽ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ BPCL കമ്പനിയിൽ താൽക്കാലിക ജോലിക്ക്, കരാർ ജോലിക്ക് മറ്റും താൽക്കാലികമായി കയറുന്ന ആളുകളിൽ നിന്നാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയിരുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ തുകയുടെ വലിപ്പം എന്ന് പറയുന്നത്, കാരണം എത്രമാത്രം ആളുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ എത്ര വലിയ അഴിമതിയാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയുള്ളൂ. ഇയാളെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും. പ്രദീപ്, ഇയാൾക്ക് മറ്റ് ഏജന്റുമാരാരെങ്കിലും ഉള്ളതായി അറിവുണ്ടോ? കാരണം ഉന്നത ഉദ്യോഗസ്ഥനാണ്, അയാൾ മാത്രം വിചാരിച്ചാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല പ്രജീഷ്, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇയാൾ നേരിട്ടാണോ കൈക്കൂലി വാങ്ങിയിരുന്നത്, അതോ മറ്റാരെങ്കിലും നിയോഗിച്ച് വാങ്ങുകയായിരുന്നോ, എങ്ങനെയാണ് വാങ്ങിയിരുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ഇയാളിൽ നിന്ന് വിശദമായി അന്വേഷണ സംഘം മൊഴിയെടുത്തുവെങ്കിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കൈക്കൂലി വാങ്ങുന്നു എന്ന ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വിജിലൻസ് സംഘം പരിശോധന നടത്തിയതും ഇയാൾ പിടിയിലായതും. ഇയാൾ എത്ര നാളായി ഈ ഓഫീസിൽ എത്തിയിട്ട്? അങ്ങനെ എന്തെങ്കിലും നമുക്ക് വിവരം ഇപ്പോൾ ലഭ്യമാണോ? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇയാളെ ഓഫീസിൽ നിന്ന് പിടികൂടിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. അതേസമയം ഇയാളെ പണം സഹിതം പിടികൂടിയ സാഹചര്യത്തിൽ ഇയാൾ താമസിച്ചിരുന്ന വീട്ടിലും ഒപ്പം ഇയാളുമായി അടുത്ത് ബന്ധമുള്ള ചില ആളുകളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലുമൊക്കെ വിജിലൻസ് പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ വിജിലൻസ് പുറത്തുവിട്ടിട്ടില്ല. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള ആളുകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത് എന്ന വളരെ ഗൗരവമായ വാർത്തയാണ് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ടത്.